ഏവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് 2024 മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിലെ മൂലം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം. സാമ്പത്തിക സാമൂഹ്യ കാര്യങ്ങളിലൊക്കെ ഗുണകരമായ വളർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഉത്കർഷേച്ഛയുള്ള പങ്കാളികളിൽ നിന്നും നമുക്ക് നേട്ടം ഉണ്ടാവും. മനസ്സിന് എപ്പോഴും സന്തോഷങ്ങൾ ഉണ്ടാവും. ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും. തൊഴിൽപരമായിട്ട് കുറച്ച് കഷ്ടപ്പാടും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാകുമെങ്കിലും കുടുംബത്ത് ശ്രേയസ്, ഐശ്വര്യം, ധനം, അതുപോലെ തന്നെ സൽപ്പേര്, പ്രശസ്തി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ ചെറിയ ചെറിയ കഴിവുകളാണെങ്കിൽ പോലും അത് മറ്റുള്ളവർ അംഗീകരിക്കുന്ന സമയമാവും. നമുക്കത് കുഴപ്പമില്ല, നീ ചെയ്ത് നന്നായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ ആളുണ്ടാവും. അതുപോലെ മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ആരെ അറിയിക്കാത്ത രീതിയിൽ അങ്ങ് തരണം ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തി ഓടിപ്പാഞ്ഞു നടക്കുന്നവരായിരിക്കും നിങ്ങൾ. ഒരു കാര്യം മാത്രം ആവില്ല. അതുപോലെ തന്നെ കുടുംബത്തിലെ ഏറ്റവും ഉപകാരികളുമായിരിക്കും. എല്ലാരെയും ഓട്ടിപ്പാഞ്ഞു നടന്ന് എല്ലാവരോടും ഒരുപോലെ സ്നേഹമായിട്ടൊക്കെ നമ്മൾ പെരുമാറും. പക്ഷെ പൊതുവിൽ നമ്മളോട് ആ കൊടുക്കുന്ന സ്നേഹം അതേപടി നമുക്ക് തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. സന്തോഷമില്ലാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ സങ്കടകരമായ അവസ്ഥയിൽ കൂടിയൊക്കെ കടന്നു പോകാനുള്ള സാധ്യതകളും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഓരോരോ കാര്യങ്ങൾക്ക് ഇടപെടുമ്പോഴും അതിൽ നിന്നെല്ലാം കുറെ പ്രശ്നങ്ങൾ നമ്മുടെ തലമണ്ടയ്ക്ക് വന്നു ചേരും. എന്ത് നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോഴും കുറച്ച് കുറ്റപ്പെടുത്തലുകളും അല്ലെ കുറച്ച് പഴികള്, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്തത് കുറ്റമായി പോയി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ആരോപണങ്ങൾ കേൾക്കേണ്ട വരുമെങ്കിലും അത് വളരെ ആവശ്യമായിരുന്നു അവർക്ക് എന്നുള്ളത് അവർക്കും അറിയാൻ സാധിക്കും. നമ്മൾ അത് അത്രയും ചെയ്തതുകൊണ്ടാണ് ആ കാര്യങ്ങൾ അത്രയും ഭംഗിയായി നടന്നതെന്ന് അവർ പിന്നീട് പറയുകയും ചെയ്യും, അന്നേരം കുറ്റപ്പെടുത്തിയാൽ. അപ്പൊ കുറച്ച് കുറ്റപ്പെടുത്തലുകളും വിഷമങ്ങളും ഒക്കെ കേൾക്കേണ്ട വന്നാൽ പോലും നമുക്ക് പിന്നീട് അതൊരു അംഗീകാരമായിട്ട് തന്നെ കിട്ടാനുള്ള യോഗമുണ്ട്. ആദ്യ സമയങ്ങളിൽ അത് ഉണ്ടാകുകയില്ല. നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനുമായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കുക. അതുപോലെ തന്നെ മാനസിക ഉല്ലാസങ്ങളിലൊക്കെ ഏർപ്പെടുക, കൊച്ചു കുട്ടികളിൽ നിന്ന് സന്തോഷം ലഭിക്കുക, കുടുംബത്ത് സന്തോഷകരമായ അവസ്ഥകൾ ഉണ്ടാവുക, കൂടുതലും കുട്ടികളോടൊത്ത് അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങളാവാം, മറ്റ് കുട്ടികളാവാം, അങ്ങനെയൊക്കെയുള്ള കുട്ടികളോട് കൂടി കൂടുതൽ സഹവാസത്തിൽ ഇരിക്കാനും കൂടുതൽ സന്തോഷം, കുട്ടികളെ കൊണ്ട് അവരുടെ കുസൃതി അല്ലെ ചിരികളികളൊക്കെ കണ്ട് കൂടുതൽ സന്തോഷിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാവും. ജോലിയിൽ കുറച്ച് അധ്വാനം ഒക്കെ ഉണ്ടെങ്കിലും എന്തിനും കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ളവരാണ് ഈ മൂല നക്ഷത്രക്കാരെ. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പാട് വന്നാലും അവരതിനെ എല്ലാം അങ്ങ് ഓവർകം ചെയ്യും. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് മനസ്സിന് സങ്കടങ്ങൾ ഉണ്ടായാലും അതൊന്നും ആരെ അറിയിക്കാതെ ഒറ്റയ്ക്ക് മാറിപ്പോയിരുന്ന കരയുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവും. അത് പക്ഷെ മറ്റുള്ളവർ അറിയുന്നുണ്ടാവില്ല. അവരുടെ ദൃഷ്ടിയിൽ നിങ്ങൾ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും, അല്ലെങ്കിൽ എടുത്തുചാട്ടക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യപ്രാപ്തി ഇല്ലാത്തവരായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ലേബലുകൾ നമ്മുടെ തലയിൽ മുദ്രയായിട്ട് ചാർത്തി കെട്ടിയിട്ടുണ്ടാവും. അതെന്ത് തന്നെയാണെങ്കിലും ഇവർക്കെല്ലാം നിങ്ങളെ ആവശ്യവുമായിരിക്കും. ഈ കുറ്റപ്പറയുന്നവർക്കും ഈ ഇടിച്ചു താത്തുന്നവർക്കും നിങ്ങൾ ഇല്ലാണ്ടിരിക്കാനും പറ്റുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആവശ്യമാണ് താനും, ഇല്ലാത്ത പഴിയെല്ലാം കൂടെ നമ്മുടെ മണ്ടയ്ക്ക് ഇട്ട് തരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ച കാര്യങ്ങൾ ഇന്നല്ല നാളെ ആയാലും അവർ നമ്മളെ അംഗീകരിച്ചോളും. അതുവരെയും കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ പൊതുവിൽ ഇവർ ഭക്ഷണപ്രിയരായിരിക്കും. എന്ത് ഭക്ഷണം കഴിക്കാനും ഇവർക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കിയാലും ഇവരതിന് കുറ്റം പറയാൻ സാധ്യത കുറവാണ്. കൊള്ളാം കേട്ടോ, സൂപ്പറാണ് എന്ന് പറയുന്നവരായിരിക്കും ഇത് കൂടുതൽ. കാരണം അത് ഒരുപക്ഷെ ഒന്നിനും കൊള്ളില്ലാത്തതാണെങ്കിലും മറ്റൊരാൾക്ക് വിഷമമാകരുത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയുന്നവരാവും. പൊതുവിൽ മറ്റുള്ളവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ അധികം നിങ്ങൾ ശ്രമിക്കും. അത് പക്ഷെ നിങ്ങളുടെ സങ്കടത്തിനൊരു കാരണമാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വർഷം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വാഹന യോഗമൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് അവർക്ക് ഉണ്ടല്ലോ, എന്തിനാ ഒത്തിരി വണ്ടി, നമ്മളെല്ലാം കൂടെ വാങ്ങിയിടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിച്ചാലും
നിങ്ങൾക്ക് സ്വന്തമായി വാഹനം വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടാവേണ്ട വരും. കുടുംബത്തിൽ മൊത്തത്തിലൊരു വാഹനമൊക്കെയാണ് ഉള്ളതെങ്കിൽ. അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ട് വാഹന യോഗം ഉണ്ടാവും. വീടിന്റെ പുനരുദ്ധാരണ കാര്യങ്ങൾ അല്ലെങ്കിൽ വീട് പണിയുന്ന കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് നടക്കുന്ന സമയമാണ്. നേട്ടം ഉണ്ടാവും. അതുപോലെ കുറച്ചെങ്കിലും ഇത്തിരി ആണെങ്കിൽ പോലും സ്വർണം വാങ്ങാനൊക്കെയുള്ള യോഗം ഈ വർഷം ഉണ്ടാവും. മാനസികമായിട്ട് സന്തോഷിക്കാനുള്ള യോഗം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓരോ സേവിങ് ഒക്കെ വെക്കാനുള്ള യോഗങ്ങളൊക്കെ ഈ വർഷം നിങ്ങൾക്ക് നടക്കും. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കും, നോക്കും, നടക്കും. ബിസിനസ്സിലൊക്കെ നിൽക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് പയ്യെ പയ്യെ ആയിരിക്കും നമ്മുടെ കൈകളിലേക്ക് വരിക. ചിലപ്പോൾ നമ്മുടേതായ കൺട്രോൾ പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. നമ്മുടെ ബിസിനസ്സിന്റെ മറ്റുള്ളവരുടെ കയ്യിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇതിനെയൊക്കെ ഒന്ന് മാറ്റി നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ഐഡിയ ആണ്, നിങ്ങളുടെ സ്വപ്നമാണ്, അല്ലെ? നമ്മുടെ ഒരു ഐഡിയ, നമ്മുടെ ഒരു സ്വപ്നം, അത് മറ്റൊരാൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അത് നമ്മൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കുന്ന ഭേദം അത് അടച്ചിടുകയാണ്. എന്നിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ ഓടുക. അതല്ലേ നല്ലത്? അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇറങ്ങുക. മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടും വീട്ടിൽ പോയിരിക്കാതെ അവനവന്റെ കാര്യത്തിന് അവനവൻ ഇറങ്ങിയാൽ നിങ്ങൾ അത് വിജയിക്കും. അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് വൻ നഷ്ടം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും. അത് ഒരുപാട് ബാധ്യത നമ്മുടെ മണ്ടയ്ക്ക് വരാനുള്ള യോഗങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പൊ ചെറിയ കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷിക്കുകയും അതുപോലെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് കുറച്ച് സങ്കടപ്പെടുകയും ചെയ്താൽ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏറ്റവും വളരെയധികം എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും കേട്ടോ ഈ നക്ഷത്രക്കാര്. ഈ വർഷത്തിലാണെങ്കിലും പൊതുവില് നമുക്ക് വിജയത്തിന്റെ സാധ്യതകൾ തന്നെയാണ് കൂടുതൽ ഉണ്ടാവുക. എന്നാലും ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് രോഗാവസ്ഥകളൊക്കെ ഇച്ചിരി ധനനഷ്ടം ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ രോഗാവസ്ഥകൾ നമുക്ക് അസ്വസ്ഥ ഉണ്ടാക്കി തരും. നമ്മൾ ചിലര് പറയും, നമുക്ക് ചില നക്ഷത്രക്കാർക്ക് പറയുമ്പോൾ രോഗാവസ്ഥകൾ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കാവണമെന്നില്ല, അവരെ ആശ്രയിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അതിന് രോഗാവസ്ഥയ്ക്ക് ധനം ഇറങ്ങാനുള്ള യോഗമാണുള്ളതെങ്കിൽ അവരെ ആശ്രയിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെയും ആകാം കേട്ടോ. അങ്ങനെയും വരാം ഈ ആശുപത്രിവാസം അല്ലെ രോഗാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ. അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ മണ്ടയിലാവുമല്ലോ. അപ്പൊ നമ്മൾ പോയി അതിൽ കിടക്കുന്നതിനെ കഴിഞ്ഞും ഉത്തരവാദിത്വം നമുക്ക് കൂടുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിലാവും അല്ലെ. അപ്പൊ അങ്ങനെയും വരാം കേട്ടോ. അതുകൊണ്ട് അങ്ങനെയും ആവാം. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. പിന്നെ രഹസ്യമായ കുഞ്ഞു പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് കെയർ ചെയ്യുക. വളരെ സൂക്ഷ്മതയോടെ മാത്രം കൈകാര്യം ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാവും. തൊഴിലിൽ നിന്നൊക്കെ സാമ്പത്തിക മേന്മ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. പല വഴിക്കുന്നുള്ള തൊഴിൽ. അപ്പൊ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവര് വേറെ എന്തെങ്കിലുമൊക്കെ സൈഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും നമുക്ക് പല വഴിയിൽ നിന്ന് ധനം കയ്യിൽ എത്തിച്ചേരാനും അതിന് പ്രകാരം ധന ലഭ്യത കൂടി നമുക്ക് ധനത്തിൻ്റെതായ ഒരു എന്താ പറയാ ഒരു പ്രോഗ്രസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്കുണ്ട് കേട്ടോ ഈ വർഷം. അപ്പൊ പൊതുവിൽ നല്ല സമയമാണ് മൂല നക്ഷത്രക്കാർക്ക്. വളരെ നല്ല സമയം തന്നെയാണ്. അന്നേരം ചെറിയ ചെറിയ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണി തന്നുകൊണ്ടിരിക്കും. അതല്ല ലൈഫ് അല്ലേ? അപ്പൊ അതുകൊണ്ട് അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട. അത് ഈ നല്ലത് പറഞ്ഞ നക്ഷത്രക്കാർക്കും മോശം പറഞ്ഞ നക്ഷത്രക്കാർക്കും ഒക്കെ ഒരു സമചിത്തതയോട് നമ്മൾ കണ്ടാൽ മതി. കാരണം ഓവറായിട്ട് സന്തോഷിക്കുകയും വേണ്ട, ഓവറായിട്ട് വിഷമിക്കുകയും വേണ്ട. ഇതിനകത്ത് നമ്മൾ കാണുന്ന ഫലം ആ നക്ഷത്രത്തിന്റെയാണ്. ഇത് നമ്മളിലേക്ക് വരുമ്പോൾ കുറെയൊക്കെ നമ്മുടെ സ്വഭാവം, നമ്മൾ ജനിച്ച സാഹചര്യങ്ങള്, നമ്മൾ വളരുന്ന ചുറ്റുപാട്, നമ്മുടെ വിദ്യാഭ്യാസം, ജോലി, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഓവറായിട്ട് ടെൻഷൻ അടിക്കാനോ ഓവറായിട്ട് സന്തോഷിക്കാനോ പോവണ്ട കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.